നമ്മളോടൊപ്പം ഉള്ളത് വിദേശകാര്യ നിരീക്ഷകനായ ഡോക്ടർ ബാലരാമ കൈമളാണ്. സാർ, സ്വാഗതം. നമസ്തേ സാർ, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പരതിയപ്പോൾ ഒരു സംഗതി ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ കുറച്ചൊക്കെ കൗതുകവും കുറച്ചുകൂടി ഇത്തിരി പ്രശ്നം നിറഞ്ഞ ഒരു സംഗതിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ സന്ദർശനം, പ്രത്യേകിച്ച് ഇറ്റലിയിലേക്ക് പോയതിന്റെ പിന്നിൽ ചില രഹസ്യ അജണ്ടകൾ ഉണ്ടായിരുന്നു എന്നാണ് ആ പോസ്റ്റിന്റെ ഉള്ളടക്കം. പറയപ്പെടുന്നത് ഇസ്രായേലിലേക്ക് ഇവിടെ നിന്ന് രഹസ്യമായി കൊണ്ടുപോയ 4 കപ്പലുകളിലായി കൊണ്ടുപോയ വെപ്പൺ ഗ്രേഡ് സ്റ്റീല് അത് ഇറ്റലി അവിടെ തടഞ്ഞു വെച്ചേക്കുന്നു. അത് റിലീസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് പോയത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് ഇറാൻ ഇന്ത്യയിലേക്കുള്ള ഹോർമുസ് വഴിയുള്ള ഇന്ധന കടത്ത് അത് തടയുന്ന നിലപാടെടുത്തു. അപ്പൊ ഇത് മൂലം രാജ്യത്ത് വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായി. ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുക, ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഒച്ചപ്പാടുണ്ടാകുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ പോസ്റ്റിന്റെ ഉള്ളടക്കം. എന്റെ ചോദ്യം ഇതാണ്: ഇത് വാസ്തവത്തിൽ നമുക്ക് ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പല സംഗതികളും നടക്കുന്നുണ്ട്. അത്തരത്തിലൊരു നീക്കമാണോ ഇത്, അതോ ഇത് വെറും ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണോ? കൗതുകകരമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യൂറോപ്പുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തെപ്പറ്റി സത്യത്തിൽ ആരും തന്നെ കമൻറ്റ് ചെയ്യേണ്ടതല്ലാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള കമൻറ്റാണ് ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത്. അത് അതീവ രസകരമാണ്. പക്ഷേ ഒരു തരത്തിലും ഇന്ത്യയുടെ ഒരു ഉദ്ദേശവും ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ബന്ധപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ഓട്ടോണമിയിൽ വിശ്വസിക്കുന്ന രാഷ്ട്രമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടേതായിട്ടുള്ള ശക്തമായ നിലപാടുകൾ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗുണം ലോകത്തെല്ലാം ഉള്ള ഇന്ത്യക്കുള്ള പിന്തുണ എന്ന് പറയുന്നത്, അത് ഇറാന്റെ പിന്തുണയായാലും യൂറോപ്യൻ യൂണിയന്റെ പിന്തുണയായാലും ഇസ്രായേലിന്റെ പിന്തുണയായാലും എല്ലാ പിന്തുണ ഇന്ത്യക്ക് കിട്ടുന്നത് ഒരൊറ്റ നിലപാട് കാരണമാണ്: സ്ട്രാറ്റജിക് ഓട്ടോണമി. അതായത് നമുക്ക് നമ്മുടെ നിലപാടുണ്ട്, നമ്മൾ മറ്റൊരാളുടെ കക്ഷി രാഷ്ട്രീയത്തിൽ പങ്കാളിയാകുന്നില്ല എന്നുള്ള അതിശക്തമായൊരു നിലപാട്. ഒരു പരിധിവരെ ബ്രിക്സിൽ ഇന്ത്യ ആക്റ്റീവ് ആണെങ്കിൽ പോലും അത് അതിൻ്റെ ഒരു തലം കഴിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാതെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഈ ഒരു നിലപാട് തന്നെയാണ്. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നുള്ള നിലപാട് തന്നെയാണ്. ഇന്ത്യ ചില കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവില്ല. അതായത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഇപ്പോൾ ഉള്ള സംഘർഷം സത്യത്തിൽ ഇന്ത്യ രണ്ടിൻ്റെയും ഭാഗമാകുന്നില്ല, എന്നാൽ ഇന്ത്യ രണ്ടുപേരുടെ ഒപ്പം ഉണ്ട് തന്നെ. പിന്നെ ഇസ്രായേലിലേക്ക് ഇന്ത്യ പ്രതിരോധ ഉപകരണങ്ങളോ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളോ അയക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എത്രയോ വർഷങ്ങളായിട്ടുണ്ട്, ധാരാളമുണ്ട്. ആദ്യകാലത്ത് ഇസ്രായേലിൽ നമ്മൾ ഇങ്ങോട്ട് പലതും വാങ്ങുമായിരുന്നു, ഇപ്പോഴും വാങ്ങുന്നുണ്ട്. ചിലതരം മിസൈലുകൾ, മറ്റു സാധനങ്ങൾ, യുദ്ധോപകരണങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മറുവശം എന്താണെന്ന് ചോദിച്ചാൽ പല കമ്പനികൾ, ഇസ്രായേലിലെ കമ്പനികൾ ഇന്ത്യയിലാണ് അവരുടെ ഉൽപ്പാദനം നടത്തുന്നത്. അതായത് ഇന്ത്യൻ കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് യുദ്ധോപകരണങ്ങൾ, മിസൈൽ ഉപകരണങ്ങൾ തുടങ്ങിയിട്ടുള്ള അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അത് ഒന്നും തന്നെ ഇത്തരം സ്ഥലത്ത് തടയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഒന്ന്, ഇറ്റലിയുടെ റൂട്ടിൽ കൂടെ പോകേണ്ട ആവശ്യമില്ല ഇന്ത്യക്ക്, അവിടെ തടഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നമുക്ക് ഇസ്രായേലിലേക്ക് നേരിട്ട് അത് ചെങ്കടൽ വഴി എത്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയമില്ല. മറ്റൊന്ന്, പലസ്തീൻ ജനതയുടെ കേസിലാണെങ്കിൽ ഇന്ത്യ ബേസിക്കലി പലസ്തീനൊപ്പമാണ്. ഇന്ത്യ ഹമാസിനൊപ്പമല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യ ഹമാസിന് ഒപ്പമല്ല, എന്നാൽ ഇന്ത്യ പലസ്തീനൊപ്പമാണ്. ഈയിടെ പോലും UN പലസ്തീന് വേണ്ടിയിട്ടുള്ള വോട്ടെടുപ്പ് നടന്നപ്പോൾ സ്വതന്ത്ര പലസ്തീനെയാണ് ഇന്ത്യ സപ്പോർട്ട് ചെയ്തത്. നമ്മൾ ഇസ്രായേലിന്റെ നല്ല സുഹൃത്താണ്, ഇസ്രായേലിന്റെ പരമാധികാരം അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ ഹമാസിന്റെ ഭീകരവാദത്തെ അംഗീകരിക്കുന്നില്ല, ഹമാസിനെ അംഗീകരിക്കുന്നില്ല, പക്ഷെ പലസ്തീനെ അംഗീകരിക്കുന്നു. മറുവശത്ത് ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം എന്ന് വെച്ചാൽ ഇറാന്റെ മണ്ണിൽ ഇറാന്റെ പരമാധികാരമാണ് എന്ന് അംഗീകരിക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ. അത് അംഗീകരിക്കാത്ത 2 രാജ്യങ്ങളാണ് ഇസ്രായേലും US. ഈ ലോകത്ത് പല രാജ്യങ്ങൾക്കും ആ നിലപാടുണ്ടാവും. സൗദിക്ക് പോലും ഇന്നത്തെ ഇറാനിയൻ ഭരണകൂടത്തോട് എതിർപ്പുണ്ട്. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഏതൊരു രാജ്യത്തിൻ്റെയും പരമാധികാരം അത് അവരുടെ അവകാശമാണ് എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രമാണ്. എന്താണ് കാരണം? ഈ പരമാധികാരം ധ്വംസിക്കുന്ന അനുഭവങ്ങൾ ഇന്ത്യ നേരിടേണ്ടി വന്നിട്ടുണ്ട്, പ്രത്യേകിച്ചും കൊളോണിയൽ ചരിത്രത്തിൽ. ആ ചരിത്രത്തിൻ്റെ എല്ലാം മുറിവേറ്റ ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന് ഏത് രീതിയിലുള്ള ഭരണക്രമം മാതൃകയാവണം, ഇല്ലെങ്കിൽ ലോക രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ പരസ്പരം പരമാധികാരങ്ങളെ അംഗീകരിക്കുന്ന ബന്ധമായിരിക്കണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട്. ആ ഒരു നിലപാടിൽ നിന്ന് മാറാൻ ഇന്ത്യ ഒരിക്കലും തയ്യാറുമല്ല. ഇറാൻ ഇന്ത്യയെ വളരെയധികം ആദരിക്കുന്ന, ഇന്ത്യയോട് ഒത്തുവയ്ക്കുന്ന രാഷ്ട്രമാണ്. ഇറാൻ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവും ഇന്ത്യ ഇപ്പോൾ നൽകുന്ന പിന്തുണയേക്കാൾ ഒരു പടി കൂടുതൽ പിന്തുണ നൽകിയിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന്. അതായത് റഷ്യ, അതുപോലെ ചൈന തുടങ്ങിയ രാഷ്ട്രങ്ങൾ സൈനികമായ പിന്തുണ കൂടി ഇറാന് കൊടുക്കുന്നുണ്ട്. അതിൽ അർത്ഥമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ
ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിട്ട് ഇറാൻ ഫോം ചെയ്ത കാലം തൊട്ട് അന്ന് തൊട്ട് USSR പിന്നീട് റഷ്യ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രമാണ് ഇറാൻ. കാരണം അവിടെ 1971 ഫോം ചെയ്ത ഇസ്ലാമിക് റെജീം, ഷാ ഭരണകൂടത്തെ പിഴുതെറിഞ്ഞ് വന്ന ഇസ്ലാമിക ജനാധിപത്യ ഭരണകൂടം എന്ന് വിളിക്കപ്പെടാവുന്ന ഇസ്ലാം മതവിശ്വാസ അധിഷ്ഠിതമായ അവിടുത്തെ പുരോഹിത വൃന്ദത്താൽ നയിക്കപ്പെടുന്ന ഒരു ഭരണകൂടം. ആ ഭരണകൂടം അമേരിക്കയുടെ എതിരാളികളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും റഷ്യ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സോവിയറ്റ് യൂണിയൻ അവരെ പിന്തുണച്ചു. നമ്മളവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും സ്വതന്ത്രമായ, ഈ ലോകത്തെ ഒരു രാജ്യത്തോട് നമുക്ക് എങ്ങനെ ബന്ധമുണ്ടോ അതേ ബന്ധമാണ്. പക്ഷേ ഉപരോധങ്ങൾ വന്നപ്പോൾ നമുക്കൊരു പ്രശ്നമായി. കാരണം നമ്മുടെ ബാങ്കുകൾക്ക് അങ്ങോട്ട് പേയ്മെന്റ് കൊടുക്കാൻ പറ്റാണ്ടാവും, അവിടെ നിന്ന് ഇങ്ങോട്ട് പേയ്മെന്റ് സ്വീകരിക്കാൻ പറ്റാണ്ടാവും. ഇങ്ങനൊരു വിഷയം ഉപരോധങ്ങൾ വന്നു. എന്നിട്ടും ഇറാനിയൻ എണ്ണ നമ്മൾ എടുക്കുന്നുണ്ട്. ഇറാന്റെ എണ്ണ ഇപ്പോഴും നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ പോലും ഇന്ത്യക്കുള്ള ഫ്യൂവൽ സപ്ലൈ ഇറാൻ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇറാന്റെ നേരിട്ടുള്ള സപ്ലൈ ഇറാൻ ഒരിക്കലും കട്ട് ചെയ്യുന്നില്ല. കാരണം ഇറാന്റെ ആഗ്രഹം എങ്ങനെ ഇന്ത്യയിലേക്ക് ഇത് തരണം എന്നാണ്. കാരണം എന്താ? കാരണം നമ്മൾ സർപ്ലസ് ആയിട്ട് അങ്ങോട്ട് മരുന്നും ഭക്ഷ്യവസ്തുക്കളും കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുമോ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ അക്കാര്യത്തിൽ പുറകോട്ടില്ല. അപ്പം ഏറ്റവും കൂടുതൽ ഇറാനിലേക്ക് ആവശ്യമുള്ള പ്രധാനമായിട്ട് ഗോതമ്പ് പോലുള്ള സാധനങ്ങൾ, അരി, ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് പോകും. അതുപോലെ മരുന്നുകൾ, ലോകത്തിന്റെ ഫാർമസി എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയാണ്. ഇന്ത്യ ഇല്ലെങ്കിൽ ലോകത്ത് പലയിടത്തും മരുന്ന് എത്തില്ല. അങ്ങനെ ഈ ഘട്ടത്തിൽ പലർക്കും മരുന്നുകൾ ഇറാനിലേക്ക് കൊടുക്കാൻ പറ്റാണ്ടിരിക്കും ഇന്ത്യയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ പിന്തുണയും അവർക്ക് ആവശ്യമാണ്. ഒന്ന് ഓർത്ത് നോക്കണം, റഷ്യയിലും ചൈനയിലും ഒക്കെ പോയ കൂട്ടത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലും വന്നു. അവരുടെ സ്ഥാനപതി എപ്പോഴും ഏറ്റവും നല്ല ബന്ധം നമ്മളോട് കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നാൽ നമ്മൾ ഇസ്രായേൽ തമ്മിലുള്ള ബന്ധത്തെ ഒരിക്കലും ഇറാൻ ചോദ്യം ചെയ്തിട്ടില്ല. അവർക്കറിയാം പരസ്പരം വ്യാപാര ബന്ധങ്ങളുണ്ട്, പ്രതിരോധ ബന്ധങ്ങളുണ്ട് ഇന്ത്യ ഇസ്രായേൽ തമ്മിൽ. പക്ഷെ അങ്ങനെയുള്ള പ്രതിരോധ ബന്ധം പോലും, നമുക്ക് ഇസ്രായേലുമായിട്ടുള്ള പ്രതിരോധ ബന്ധം പോലും ഇറാനുമായിട്ടുള്ള ബന്ധത്തിൽ തടസ്സമല്ല എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന രാഷ്ട്രമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അവരക്കാര്യത്തിൽ നമുക്കെതിരെ നിൽക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു വാസ്തവമാണ്, ഒരു സത്യവുമാണ്. പിന്നെ എന്തിനാണ് മോഡി ഇറ്റലിയിൽ പോയത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത്തവണ 5 രാഷ്ട്രങ്ങളുമായിട്ടാണ് വളരെ അർജന്റായിട്ട് സഹകരണങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ആഗ്രഹിച്ചതും മുന്നോട്ട് പോയത്. അത് പ്രത്യേക ഒരു ആവശ്യമായിരുന്നു ഇന്ത്യയുടെ. അതിൽ ഏറ്റവും പ്രധാനം UAE ആയിട്ടുള്ള ബന്ധമാണ്. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഊർജ്ജ പ്രതിസന്ധിയുണ്ട്. ഇറാൻ ഹോർമൂസ് അടച്ചപ്പോൾ അത് ഇന്ത്യക്കാരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി അടച്ചതല്ല. വാസ്തവത്തിൽ ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾക്ക് കടന്നു പോവാം, അവർക്ക് തടസ്സമില്ല, ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച രാഷ്ട്രമാണ് ഇറാൻ. ആ ഇറാന്റെ മുന്നിലുള്ള ഹോർമൂസ് കടലിലേക്ക് വഴി ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾക്ക് പോരാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് കാരണം ഒരിക്കലും ഇറാനല്ല, അമേരിക്കയാണ്. എന്നിട്ടും ഈ 2 രാഷ്ട്രങ്ങളും അവിടെ പരസ്പരം യുദ്ധമുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങൾ പരസ്പരം തിരിച്ചു വെച്ചുകൊണ്ട് നിന്നപ്പോൾ പോലും 30-ലധികം കപ്പലുകൾ ഹോർമൂസ് കടന്ന് ഇന്ത്യ വന്നിട്ടുണ്ട്. അത് ചെറുത് ഇറാനിയൻ കപ്പലുകൾ തന്നെയാണ്. കാരണം ഇറാന് നിലനിൽക്കണമെങ്കിലോ ഇറാന് നമുക്ക് ഫ്യൂവൽ തന്നേ പറ്റുള്ളൂ. നമുക്ക് ഫ്യൂവൽ തരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ചൈനയ്ക്കും ഇന്ത്യക്കുമാണ് അവർ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്. ഈ 2 രാഷ്ട്രങ്ങൾക്ക് സപ്ലൈ കൊടുക്കണം എന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ. എന്നാൽ ഇന്ത്യ ഇത്തവണ ഊർജ്ജ പ്രതിസന്ധി വന്നുകൊണ്ട് UAE ആയിട്ട് പ്രത്യേക ബന്ധം ഉണ്ടാക്കി. UAE ഇറാനും തമ്മിൽ സ്പർദ്ധയുണ്ട്, ശത്രുതയുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ UAEക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ ബന്ധം ആവശ്യമാണ്, സൈനിക ബന്ധം ആവശ്യമാണ്. അതിന് കാരണം സമീപകാലത്ത് UAEയും സൗദിയും തമ്മിൽ രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള ശത്രുത വർദ്ധിച്ചു വരുന്നു. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. കാരണം ആഫ്രിക്കയിലെ സ്വർണ്ണ ഖനനം ഇവർ രണ്ടുപേരും തമ്മിൽ വീതം വയ്ക്കാൻ തീരുമാനിച്ച് അവിടെ പരസ്പരം യുദ്ധത്തിരിക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകളെ സൗദിയും UAEയും പണവും ആയുധവും കൊടുത്ത് സഹായിക്കുന്നു. എന്നിട്ട് അവർ കുഴിച്ചു കിടക്കുന്ന സ്വർണം അതിൻ്റെ ഉടമസ്ഥാവകാശം ഇവരെ ഏറ്റെടുക്കും. ഈ യുദ്ധത്തിൽ സൗദി UAEക്കെതിരെ വളരെ കൃത്യമായിട്ട് രംഗത്ത് വരികയും അതിനു വേണ്ടിയിട്ട് പാകിസ്ഥാനെ കൂടെ കൂട്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇസ്ലാമിക് നാറ്റോ എന്ന് പറഞ്ഞിട്ട് പുതിയ സംഭവത്തിലേക്ക് വരുന്നത്. അത് UAEയും സൗദിയും തമ്മിലുള്ള ബന്ധം അങ്ങേയറ്റം വഷളായ ഒരു പശ്ചാത്തലത്തിൽ ആണ് സത്യം പറഞ്ഞാൽ UAEക്ക് പുതിയ രാഷ്ട്രീയ സൈനിക പിന്തുണയുടെ ആവശ്യം വരുന്നത്. ഭാവിയിൽ സൗദി തന്നെ UAEക്കെതിരെ പാകിസ്ഥാന്റെ സൈന്യത്തെ ഉപയോഗിക്കാനുള്ള സാധ്യത, UAEയിലുള്ള പാക് പൗരന്മാർ ഒരുപക്ഷെ UAE തന്നെ കലാപം ഉണ്ടാക്കാനുള്ള സാധ്യത, പാകിസ്ഥാനും UAEയും തമ്മിൽ ഇനി വരാൻ പോകുന്ന പല സ്പർദ്ധകളും ഇതെല്ലാം കണക്കിലെടുത്ത് സൗദി പാകിസ്ഥാൻ കരാറുണ്ടായ ഉടനെ തന്നെ UAE പ്രസിഡന്റ് ഇന്ത്യയിലെത്തി. ആദ്യഘട്ട ഒരു കരാറ് വന്ന അന്ന് തന്നെ വെറും ഒരു 3 മണിക്കൂർ മീറ്റിംഗിൽ ഇന്ത്യ ഒപ്പുവെച്ചു. അതിനുശേഷം ഇത്തവണ അതിൻ്റെ ഒരു വിപുലമായ തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഉണ്ടായത്. അത് പ്രസന്റ് ക്രൈസിസ്, ഇപ്പോൾ ഉള്ള ഊർജ്ജ പ്രതിസന്ധിയും കൂടെ ചേർത്തിട്ടാണ് പുതിയ കരാർ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വശം എന്താണെന്ന് ചോദിച്ചാൽ
UAE ആ രാജ്യത്തിന് പുറത്ത് വലിയൊരു ഓയിൽ റിസോഴ്സ് സൃഷ്ടിക്കാൻ പോവാണ്. അതായത് ഒരു വലിയ ഓയിൽ പെട്രോളിയം സംഭരണ കേന്ദ്രം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു. ഒരു പക്ഷേ US കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലുതായിരിക്കും. US അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വലിയ സംഭരണം വാട്ടർ റിസോഴ്സ് അവർക്കുണ്ട്. അതുപോലൊന്ന് ഇന്ത്യ ഇവിടെ സൃഷ്ടിക്കുകയാണ്. അത് ഒരുപക്ഷെ മംഗലാപുരത്തോ അല്ലെങ്കിൽ മുംബൈയിലോ ഇതിനിടയ്ക്കുള്ള മറ്റേതൊരു സ്ഥലത്തോ വിശാഖപട്ടണത്തോ കൽക്കട്ടയോ ഒക്കെ ആവാം, എവിടെയാവാം. ഇന്ത്യക്ക് പുതിയ ഇപ്പം നിലവിൽ മംഗലാപുരത്ത് അങ്ങനെ ഒന്നുണ്ട് നമുക്ക്, പക്ഷെ അത് വിപുലീകരിച്ചേക്കും, പുതിയത് തുടങ്ങിയേക്കും, കൊച്ചിയിലടക്കം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതൊന്നും ചെറിയ കാര്യമല്ല. അപ്പം UAE ആയിട്ടുള്ള പുതിയ സഹകരണത്തിൽ ഇതൊരു ആവശ്യമാണ്. മറ്റൊന്ന്, ഇന്ത്യയും ചൈനയും തമ്മിലൊരു കോമ്പറ്റീഷൻ വരാൻ പോകുക. ആ കോമ്പറ്റീഷൻ നെഗറ്റീവ് കോമ്പറ്റീഷൻ അല്ല. നമ്മൾ പല ആൾക്കാരും ഇന്ത്യ ചൈനയെ മലത്തിയടിക്കുന്നൊക്കെ പറയുമ്പോഴും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുണ്ട്. അത് പ്രധാനമായിട്ട് ചിപ്പ് നിർമ്മാണ മേഖലയിൽ വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണ്, ഇനി ലോകത്തിന്റെ മുന്നോട്ടുള്ള പോക്കുകൾക്ക് സത്യം പറഞ്ഞാൽ പ്രഷ്യസ് മെറ്റൽസിന്റെ കാലം പോലെ തന്നെ ഇനി റയർ എർത്തിന്റെ കാലമാണ്, അപൂർവ ലോഹങ്ങളുടെ കാലമാണ്, അതും കൂടാതെ ചിപ്പുകളുടെ കാലമാണ്. അമേരിക്ക തന്നെ ഇപ്പോൾ പല യുദ്ധവിമാനങ്ങളുടെ നിർത്തിവെക്കേണ്ട സ്ഥിതിയായി. ലോക്ക്ഹീഡ് മാർട്ടിന് ഓർഡറുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ചിപ്പുകളുടെ അഭാവം. കാരണം ചൈന സഹകരിച്ചില്ലെങ്കിൽ പണിയായി എന്നുള്ളതാണ്. നാളെ ഇപ്പൊ ഇന്നലകളിൽ ഇന്ത്യയും ചൈനയും സ്പർദ്ധയുണ്ടായിരുന്നു, ഇന്ന് വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നാളുകളിൽ വീണ്ടും സ്പർദ്ധ ഉണ്ടായിന്ന് വരാം, ചിലപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ കൂട്ടായിന്ന് വരാം. പക്ഷെ ഇന്ത്യക്ക് സ്വയം പര്യാപ്തത വേണം ചിപ്പുകളുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യ നെതർലൻഡ്സിൽ പോയി എന്നുള്ളത്. UAE കഴിഞ്ഞ് പിന്നെ പോയി നെതർലൻഡ്സിലേക്കാണല്ലോ. അവിടെ ചിപ്പ് നിർമ്മിക്കാനുള്ള ഇതിന്റെ എച്ചിങ്ങിന് വേണ്ടിയുള്ള മെഷീൻ ഉണ്ട്. ആ മെഷീൻസ് ഇന്ത്യയിലെ ടാറ്റയുടെ ഫാക്ടറിക്ക്, ചിപ്പ് നിർമ്മാണ ഫാക്ടറി കിട്ടണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം. ചൈനയ്ക്ക് പോലും അവർ കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മൾ ഇന്ത്യക്ക് തരികയാണത്. അത് ഇത്തരം കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ വളരെയധികം ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള, ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന പുതിയ കരാറുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സത്യത്തിൽ മോഡിയുടെ യൂറോപ്യൻ സന്ദർശനത്തിന്റെയും UAE സന്ദർശനത്തിന്റെയും ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിലുള്ള ഒരു സുപ്രധാനമായ ഒന്ന് തന്നെയാണ് UAE ആയിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ പ്രതിരോധ ബന്ധങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ക്രിട്ടിക്കൽ മിനറൽസ്, ഈ പറഞ്ഞ നമുക്ക് വളരെ ആവശ്യമുള്ള സാധനങ്ങൾ, ഭാവിയിൽ ചെപ്പ് നിർമ്മാണത്തിനും മറ്റു പല കാര്യങ്ങൾക്ക് ആവശ്യമുള്ള പല മിനറൽസും നമുക്ക് അവിടെ കിട്ടാനുണ്ട്. അതുപോലെ ബഹിരാകാശ രംഗത്തെ സഹകരണം ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ മുന്നോട്ട് പോകുന്നു. ഉന്നത സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ പുതിയ സഹകരണങ്ങൾ വരാൻ പോകുന്നു. ഇറ്റാലിയൻ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ പോകുന്നു. മാത്രമല്ല ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ അറിയാലോ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്ന ഒരു പുതിയ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ കരാറിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് വിവിധ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഇന്ത്യയും തമ്മിലുള്ള പുതിയ കരാറുകളാണ്. കാരണം യൂറോപ്യൻ യൂണിയനിലെ അംഗരാഷ്ട്രങ്ങൾ ഇന്ത്യയും തമ്മിൽ പുതിയ കരാറുകൾ വരും. ആദ്യഘട്ട കരാർ കൊണ്ട് എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും ഇന്ത്യയായിട്ട് കരാർ ഉണ്ടാക്കാനുള്ള ലൈസൻസ് ആയി കഴിഞ്ഞു, അവർക്കുള്ള അനുമതിയായി കഴിഞ്ഞു. യൂറോപ്യൻ പാർലമെന്റിന്റെ എല്ലാ വിധത്തിലുള്ള പിന്തുണ അതിനായി കഴിഞ്ഞു. ഇനി അത് മുതലാക്കുക എന്നുള്ളതാണ് അവരും നോക്കുക, നമ്മളും നോക്കുക. അപ്പം യൂറോപ്പിൽ നിന്ന് പല പ്രൊഡക്ട്സും ഇന്ത്യയിലേക്ക് വരും, ഇന്ത്യയിലെ പല പ്രൊഡക്ട്സും അങ്ങോട്ട് പോകാനുണ്ട്. ഇതിനൊക്കെ ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കരാറുകൾ പല യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി വരും. ചിലത് പൊതുവായിട്ട് മതി. എന്തായാലും 20 ബില്യൺ യൂറോ വ്യാപാരമാണ് നമ്മൾ അവിടെ ലക്ഷ്യമിടുന്നത്. അപ്പൊ ഇറ്റലി ആയിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പൊതുവായിട്ട് നോക്കുന്നത് പരസ്പരം നിക്ഷേപങ്ങൾ, പരസ്പരം കച്ചവടം. അത് ഒരു 20 ബില്യൺ യൂറോയുടെ ഒരു വളരെ വലിയ ഒരു കച്ചവടത്തിനുള്ള സാധ്യതയാണ് മുന്നിരിക്കുന്നത്. മാത്രമല്ല ഇറ്റലിയായിട്ട് നമ്മൾ സ്പെഷ്യൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്നൊന്നും കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് 2026-29 കാലഘട്ടത്തിലാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത്തരം അനേകം സാങ്കേതികം, സൈനികം, ബഹിരാകാശപരം, നിക്ഷേപപരം, അതുപോലെ തന്നെ പുതിയ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനുള്ളത്, നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള പല മെറ്റൽസ് കിട്ടുന്നത്, നമുക്ക് കിട്ടേണ്ട പല ടെക്നോളജി ഇവിടെ കിട്ടേണ്ടത്, ഇങ്ങനെ അനേകം കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കരാറുകളാണ് വന്നത്. പിന്നെ ഇതൊക്കെ സാധാരണക്കാർക്ക് ഇതെല്ലാം പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിലും മോഡിയും മെലണിയും തമ്മിൽ ഒരുമിച്ച് ഒരു കുറച്ച് ടോഫിയൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ കുറെ മിഠായി ഒക്കെ കൊടുത്ത് പരസ്പരം ചിരിക്കുന്നു. അവർ രണ്ടുപേരും യുവമിത്രങ്ങളെ പോലെ നടക്കുന്നു എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ട്രെൻഡ് ആകാൻ പറ്റിയ സാധനമാണ്. രാഹുൽ ഗാന്ധി വലിയ ആക്ഷേപം വരെ ഉന്നയിച്ചു. രാഹുൽ ഗാന്ധി റീൽ എടുക്കാൻ വേണ്ടിയാണ് പോയതെന്നൊക്കെ പറയുന്നത്. അതെ, അതിലൊരു റീൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയാ, ഒരു ബോണസ് പറഞ്ഞാൽ മാത്രം മതി, ഇല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ടായി എന്ന് മാത്രം പറഞ്ഞാൽ മതി. രണ്ട് വ്യക്തികൾ പരസ്പരം ജാടയൊന്നും ഇല്ലാതെ, രണ്ട് രാഷ്ട്ര നേതാക്കൾ കുറച്ചു നേരം ഒരുമിച്ച് കിടന്നു, അവര് ചിരിച്ചു. അതൊക്കെ കൊണ്ടുണ്ടാകുമെന്ന് എന്നാണെന്നറിയോ, രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അതിശക്തമായ ബന്ധമാണ്. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, രാഷ്ട്ര നേതാക്കൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വളരെ നിർണായകമാണ്. പണ്ട് നെഹ്റുവിന്റെ വലിയ അടുത്ത സുഹൃത്തായിരുന്ന, ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായ സുകാർണോ എന്നൊരാളുണ്ടായിരുന്നു, ഇന്തോനേഷ്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യ വന്ന കാലത്ത് അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്തു. അന്ന് അദ്ദേഹം ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചില്ല, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണത്തിൽ സംഭവിച്ചില്ല
അത് ഇന്ത്യക്ക് ഒരിക്കലും ചെയ്തു കൊടുക്കാനും പറ്റില്ലായിരുന്നു. അത് അത്ര മോശമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഒരൊറ്റ കാരണം കൊണ്ട് പിന്നെ അനേകം വർഷങ്ങളോളം ഇന്ത്യ ഇന്തോനേഷ്യ തമ്മിലുള്ള ബന്ധങ്ങൾ മോശമായത്. ഇന്ത്യക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത മോശമായ കാര്യം, അത് മോശമായ കാര്യം ആയിരുന്നിട്ടും കൂടി പാകിസ്ഥാൻ ചെയ്തു കൊടുക്കുകയും അങ്ങനെ പാകിസ്ഥാൻ ഇന്തോനേഷ്യ തമ്മിൽ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അതൊരു മോശമായ കാര്യത്തിന് വേണ്ട. പക്ഷേ ഇത് മോശമായ കാര്യമൊന്നുമല്ല. നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൂടിയിട്ട് രണ്ട് നേതാക്കൾ ജാടയൊന്നുമില്ലാതെ പരസ്പരം സഹകരിച്ചു. അവർ രണ്ട് രാഷ്ട്രങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, സൗഹൃദത്തിൽ കൂടെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം, ഈഗോ ഇല്ലാതെ ജാടകളില്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇത്ര മാത്രമേ അവർ നോക്കിയിട്ടുള്ളൂ. അതിനകത്ത് ജനങ്ങൾക്ക് ചിരിക്കാനും അവർക്ക് വേണമെങ്കിൽ കുറെ റീല് ഷെയർ ചെയ്യാനുള്ള ഒരു വകുപ്പ് അവരിട്ട് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേസമയം സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം അവിടെ ഉണ്ടായി. നമ്മളിപ്പം UAE ഉണ്ടായതാണ് സത്യം പറഞ്ഞാൽ അതിനേക്കാളും വലുതെന്ന് പറയുന്നത്. ഇന്ത്യ UAE ബന്ധങ്ങൾ ഏത് തലത്തിൽ പോയി എന്നുള്ളത് നമ്മൾ നോക്കണം. ആ ഒരു തലം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയണ പോലൊന്നുമല്ല, അതിനപ്പുറത്തെയാണ്. അതിന്റെ ബാക്കിയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളുമായിട്ട് ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഇത്തവണ ഏറ്റവും കൂടുതൽ UAE ആയിട്ടുള്ള ബന്ധത്തിൽ പ്രാധാന്യം കൊടുത്തത്. ഇതിന്റെ ഒപ്പം തന്നെ UAE ആഗ്രഹിച്ച തരത്തിലുള്ള ചില പ്രതിരോധ കരാറുകൾ നമ്മൾ ഒപ്പുവെച്ചു. അതിനർത്ഥം ഗൾഫിലെ പൊളിറ്റിക്സിൽ നാളെ നമുക്ക് നേരിട്ട് ഇടപെടാനുള്ള അവസരം കൂടെ കിട്ടാൻ പോവാണ്. അത് ചെറിയ കാര്യമല്ല. ഇന്നലെ വരെ നമ്മളങ്ങനെ ഇടപെട്ടിരുന്നില്ല. ഇന്നൊരു ഗൾഫ് രാജ്യം നമ്മളെ അവിടെ ഇടപെടാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ആ കരാറിന്റെ പല വിശദവിവരങ്ങളും വെളി വരാനുണ്ട്. വന്നു കഴിയുമ്പോഴായിരിക്കും അതിന്റെ യഥാർത്ഥ രൂപം നമ്മൾ അറിയുന്നത്. പക്ഷെ ഇതുവരെ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഗൾഫിന്റെ രാഷ്ട്രീയത്തിൽ ഇന്ത്യക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയാം. പിന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ ഒപ്പുവെച്ച മദർ ഓഫ് ഓൾ ഡീൽസിന്റെ ബാക്കിയാണ് ഇപ്പം മോഡിയുടെ ഇപ്പോഴത്തെ യൂറോപ്യൻ സന്ദർശനം. 4 യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്തവണ പോയുള്ളൂ. ഇനി പോകാൻ കിടക്കുകയാണ്. ഇനി പല രാജ്യങ്ങളായിട്ടും പല ഡീലും ഒപ്പുവെക്കാനുണ്ട്. അതായത് രാഷ്ട്രത്തലവന്മാർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യയായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡീൽ വേണം എന്ന്. അപ്പം യൂറോപ്യൻ യൂണിയന് ലോകത്തെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റ് തുറന്നു കിട്ടുക. ഏത് രാജ്യത്തിന് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണേ ഉള്ളൂ. അത് ഒന്ന് ഇന്ത്യ, ഒന്ന് ചൈനയാണ്. 140 കോടി ജനങ്ങളുടെ ഉള്ളൊരു മാർക്കറ്റാണ്. സത്യം പറഞ്ഞാൽ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് ഒരിക്കലും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ ഡീലിനെ വിളിക്കണോ എന്ന് ചോദിച്ചാൽ ഞാനൊന്നും മടിക്കും. കാരണം അങ്ങനെ ഒരു ഡീൽ ഇനിയും വരാൻ പോണേ ഉള്ളൂ. വരികയാണെങ്കിൽ അത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലായിരിക്കും. 140 കോടിയും ചേർന്ന് 280 കോടി ജനങ്ങളുടെ ഒരു ഡീല് എന്ന് പറയണതായിരിക്കും യഥാർത്ഥ മദർ ഓഫ് ഓൾ ഡീൽസ്. അത് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത്തരം രാഷ്ട്ര സന്ദർശനങ്ങളൊക്കെ ഇനിയും സംഭവിക്കണം. ഇത്തരം നേതാക്കൾ പരസ്പരം കാണണം. അവർ കണ്ടവരുടെ ആശയങ്ങൾ കൈമാറണം. സ്വന്തം രാഷ്ട്രത്തെ എങ്ങനെ വലിപ്പത്തിൽ എത്തിക്കാം, എങ്ങനെ മഹത്വത്തിൽ എത്തിക്കാം എന്ന് ഓരോ രാജ്യതലവനും ചിന്തിക്കണം. അവരൊരിക്കലും നെതന്യാഹുവിനെ പോലെ ആവരുത്, അവരൊരിക്കലും ട്രംപിനെ പോലെ ആവരുത്. അപ്പോൾ ഇത്തരം വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ മുന്നിൽ വയ്ക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഒരു നെഗറ്റീവ് റോൾ എടുത്തു. അതിന്റെ ഭാഗമായിരുന്നു ഇറ്റലി സന്ദർശനം എന്ന് പറയുന്നവരോടൊന്നും യോജിക്കാൻ പറ്റില്ല. അതിനൊക്കെ വളരെ ബഹുമുഖമായ മാന്യതയുടെ തലങ്ങളും വലിയ സാങ്കേതിക ബന്ധത്തിന്റെ തലങ്ങളും പരസ്പര ബന്ധത്തിന്റെ തലങ്ങളും ബഹിരാകാശ ബന്ധത്തിന്റെ തലങ്ങളുമായിട്ട് അനേകം തലങ്ങളുണ്ട്. പ്രതിരോധ ബന്ധത്തിന്റെ തലങ്ങളുണ്ട്. എല്ലാം ഉണ്ട്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്നലകളിൽ അല്ല ഇന്ന് വരെ നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം ആൾക്കാർ ഒരു അമേരിക്കൻ വിസ കിട്ടാൻ ആഗ്രഹിച്ചേക്കും. ഗൾഫിൽ പോയി ജോലി ചെയ്യുക, അമേരിക്കയിൽ പോയി ജോലി ചെയ്യുക. ഇത് രണ്ടും മാറിയിട്ട് യൂറോപ്പിൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നതും ഇന്ന് അമേരിക്കയ്ക്ക് എങ്ങനെയാണോ ഇന്ത്യക്കാർ അതിന്റെ വികസനത്തിൽ പങ്കാളിത്തം വഹിച്ചേക്കുന്നത് പോലെ നാളെ യൂറോപ്പിന്റെ വികസനത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതും യൂറോപ്യൻ ബിസിനസ്സുകൾ ഇന്ത്യ വരുന്നതും ഇവർ എന്നുള്ള ജോയിന്റ് സംരംഭങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നത് എങ്ങനെയാണോ അതിന്റെ ഒരു കാലമായിരിക്കും നാളെ വരാൻ പോകുന്നത്. അതിലേക്കുള്ള മുന്നോടിയാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ മദർ ഓഫ് ഓൾ ഡീൽസായിട്ട് ഒപ്പിട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് മോഡിയുടെ ഇപ്പോഴത്തെ സന്ദർശനം. പക്ഷേ ഇപ്പോൾ വലിയ ആക്ഷേപം വരുന്നത് രാജ്യം വലിയൊരു ഊർജ്ജ പ്രതിസന്ധി നേരിടുന്നു. മോദിയുടെ സന്ദർശന പരിപാടി അത് ഒരു ലോങ് ടേം ഒബ്ജക്റ്റീവ് മുന്നിൽ നിർത്തിക്കൊണ്ടുള്ളതാണ്. പക്ഷേ ഷോർട്ട് ടൈം ആയിട്ടുള്ള ക്രൈസിസ് പരിഹരിക്കാനായിട്ട് എന്താണ് സൊല്യൂഷൻ? അതിൻ്റെ പേരിലാണ് വലിയ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ഇവിടെ ഉയരുന്നത്. അതിനെന്തെങ്കിലും നിർദ്ദേശങ്ങൾ വരാനുണ്ടോ ഇനി? അത് UAE ആയിട്ടുള്ളത് തന്നെ സത്യത്തിൽ ഷോർട്ട് ടൈമാണ്. അത് ലോങ് ടൈമുമാണ്, ഷോർട്ട് ടൈമുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ UAE ഒപ്പക്കിൽ നിന്ന് വെളി വന്നു. ഇത് ഒപ്പക്കിൽ നിന്ന് വെളി വന്നെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ബന്ധം ഇല്ലാതെ ഒരിക്കലും UAE ചെയ്യില്ല. അപ്പം അവിടെ എന്നിട്ട് UAE ഒപ്പക്കിൽ നിന്ന് വെളി വന്നിട്ട് ഏത് രാജ്യത്തിനാണ് ഓയിൽ കൊടുക്കാന്ന് പറഞ്ഞേക്കണേ? അത് ഇന്ത്യക്കാണ്. ഇന്ത്യക്ക് വെറുതെ കൊടുക്കാന്ന് പറയാൻ മാത്രമല്ലോ, അതിന്റെ വലിയൊരു സംഭരണ കേന്ദ്രം ഇന്ത്യയിൽ അവർ തുടങ്ങാൻ പോകല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ UAEയുടെ ഉടമസ്ഥയുള്ള സംഭരണ കേന്ദ്രം ഇന്ത്യയിൽ തുടങ്ങുന്നു. എന്നിട്ടോ അതിന്റെ പ്രാഥമിക ഉപയോക്താവാരായിരിക്കും? അത് ഇന്ത്യ തന്നെയായിരിക്കും. അതായത് UAE ചെയ്യുന്ന കൂടി ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അടിയന്തരമായിട്ട് അവിടുന്ന് വേണ്ടത് കൂടുതൽ ഓയിൽ ഷിപ്പുകൾ വരിക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, നമ്മുടെ ഗ്യാസ് കിട്ടാനില്ലാത്തതിന്റെ പ്രതിസന്ധി പരിഹരിക്കുക. ഇതിനു വേണ്ടി കൂടുതൽ പെട്രോളിയം വരട്ടെ, ഇവിടെ തന്നെ ഗ്യാസിന്റെ ഉൽപ്പാദനം വർദ്ധിക്കട്ടെ. ഖത്തറിൽ നിന്ന് എപ്പോൾ കിട്ടും, എങ്ങനെ വരുന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. ഇനി നാളെ ഒരു കാലത്ത് ഫിജൈറ വഴി UAE എന്തായാലും ഉദ്ദേശിക്കുന്നത് ഹോർമുസിലെ പ്രശ്നം പരിഹരിക്കാൻ ഫിജൈറ വഴി കൂടുതൽ ഇന്ത്യയിലേക്ക്
അയക്കുക എന്നുള്ളതിനെ ആയിരിക്കും, അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കാണെങ്കിലും ആ റൂട്ട് ആക്സസ് ചെയ്യാൻ നാളെ ഖത്തറും തയ്യാറാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് യു എ ആയിട്ടുള്ള ഈ കരാർ വഴി തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. എന്തായാലും യു എ ആയിട്ടുള്ള സഹകരണം എന്ന് പറയുന്നത് അതിനെ ലോങ് ടൈം മാത്രം വിളിക്കാൻ പറ്റില്ല, ഷോർട്ട് ടൈമും കൂടിയാണ്. അവരിപ്പോൾ തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ്. ആ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ ആ കൂടിയ ഉൽപ്പാദനം നമുക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ കരാർ വഴി ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ആ ആക്ഷേപത്തെ കഴമ്പില്ല എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ലോകം മുഴുവനുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ്. ആ ലോകം മുഴുവൻ നിലനിൽക്കുന്ന പ്രതിസന്ധി ഇന്ന് അല്പമെങ്കിലും മറികടന്നിരിക്കുന്ന ഇന്ത്യയാണ്. എന്തുകൊണ്ട്? ഇന്ത്യക്ക് എല്ലായിടത്തും ഓയിൽ വാങ്ങാൻ പറ്റും. ഇറാനിൽ നിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങുന്നുണ്ട്, റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഈ രണ്ട് രാഷ്ട്രങ്ങൾക്ക് ഉപരോധമുണ്ട്. ഈ ഘട്ടത്തിൽ വെനിസ്വേലിൽ ഇപ്പോൾ ഓയിൽ വേണ്ടി വരുന്നുണ്ട്, യു എസ് നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു. യു എസ് ഓയിലിനേക്കാളും വിലക്കുറവ് ഇപ്പോൾ വെനിസ്വേലിൽ ഓയിലാന്ന് കണ്ടപ്പോൾ ഇന്ത്യ ഇപ്പോൾ അവിടുന്ന് വാങ്ങാൻ പോകും. എങ്കിലും റഷ്യയിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. ഇന്ന് പത്രത്തിൽ വാർത്ത കിടപ്പുണ്ട്, റഷ്യയാണ് നമ്പർ 1. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ വരുന്നത് റഷ്യയിൽ നിന്നാണ്. എന്ത് വിരോധം ഉണ്ടെങ്കിലും നമ്മൾ റഷ്യയിൽ നിന്നുള്ളത് മുടക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇറാനിൽ നിന്ന് റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇന്ത്യ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് 200 രൂപയിലെങ്കിലും പെട്രോളിന്റെ വില നിൽക്കുമായിരുന്നു. അതിന് മൂടിപ്പോയനെ. ഈ പ്രതിസന്ധിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് കാരണം ലോകത്തെ ഏറ്റവും കുറഞ്ഞ വില കൂടുതൽ ഈ ഊർജ്ജ പ്രതിസന്ധിയിൽ പെട്രോളിയത്തിന് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിലാണ്. നമുക്ക് പല രാജ്യങ്ങളിലും, അമേരിക്ക അടക്കം പലയിടത്തും 20% ഇടയ്ക്കും തൊട്ട് 50% വരെയുള്ള തരത്തിൽ വില കൂടുതൽ ഉണ്ടായിരിക്കുന്നു. പല രാഷ്ട്രങ്ങളിലും പെട്രോളിന് 50% വില കൂടി. ആലോചിച്ച് നോക്കൂ, 100 രൂപയ്ക്ക് പെട്രോൾ വാങ്ങുന്ന ഒരു നാട്ടിൽ 150 രൂപ കൊടുക്കേണ്ടി വന്നാൽ ആ സ്ഥിതിയിലേക്ക് പലരും പോയി. നമ്മൾ ഇപ്പോഴും ഇവിടെ എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് കമ്പനികളുടെ പോലും 112 രൂപയാണ് ഏറ്റവും കൂടുതൽ. വേരിയേഷൻ വരും, കാരണം പെട്രോളിയം കമ്പനികൾ ചെറിയ ചെറിയ വ്യത്യാസം വരുത്തി വില കൂടുതൽ ഇനി വരാൻ സാധ്യതയുണ്ട്. അത് 120 കടന്നും വരും. പക്ഷെ അപ്പോഴും ലോകത്ത് മറ്റു പല മേഖലകളിൽ ഇതിനേക്കാൾ എത്ര അധികമായിരിക്കും വില കൂടുതൽ. അതുകൊണ്ട് ക്രൂഡിന്റെ വില കുറയുന്നിടം വരെ ഒന്ന് നമുക്ക് കുറച്ച് സഹിക്കേണ്ടി വരും, ഇല്ലാന്നല്ല. ഇത് പക്ഷേ ലോകം മുഴുവൻ അനുഭവിക്കുന്നതാണ്. ഇപ്പോൾ കോവിഡ് വന്നപ്പം ലോകത്തെല്ലായിടത്തും ഷട്ട് ഡൗൺ ഉണ്ടായി, നമുക്കും വേണ്ടി വന്നു അല്ലേ? അപ്പം അതിന് സത്യത്തിൽ ഇന്ത്യ ആക്ഷേപിക്കാൻ പറ്റുമായിരുന്നു? നടക്കില്ല. നമ്മുടെ ഭരണകൂടത്തെ ഒന്നും ആക്ഷേപിക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ ആഗോള പ്രതിസന്ധിയാണ് വന്നിരിക്കുന്നത്. ആഗോള പ്രതിസന്ധികളിൽ ആഗോളതലത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവരും അറിയുക തന്നെ വേണം. പിന്നെ പെട്രോളിയം വില കൂടുതൽ, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ലാത്ത കാലത്ത് മൻമോഹന്റെ കാലത്ത് വില കൂടിയിട്ടുണ്ട്, അതിനു മുമ്പും വില കൂടിയിട്ടുണ്ട്. 2011 മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞല്ലോ, നമ്മൾ സ്വർണം വാങ്ങരുത്, ഇനി സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണം, അതുപോലെ തന്നെ പെട്രോളിയം നമ്മൾ ഇനി ഉപയോഗിക്കുന്നത് കുറയ്ക്കേണ്ടി വരും, നിങ്ങളധികം വണ്ടിയിൽ പെട്രോൾ അടിക്കരുതെന്ന് തന്നെ പറഞ്ഞില്ലേ മൻമോഹൻ? അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പൊ മുൻകാലങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് 1967 തൊട്ട് 2011 വരെ കോൺഗ്രസ് ഗവൺമെന്റിൽ ഭരിച്ച കാലത്ത് 3 തവണയെങ്കിലും ഇതേ നയം എടുത്തിട്ടുണ്ട്, ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. ഈ ആഗോള ക്രൈസിസ് ഇല്ലാണ്ട് തന്നെ സത്യത്തിൽ ഇവിടെ ഇന്ധന വിപണന നിയന്ത്രണം വേണം എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്നത് നിയന്ത്രിക്കണം, മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞ പോലെയാ. അതുപോലെ തന്നെ നയം 3 തവണ കോൺഗ്രസ് ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ആഗോള പ്രതിസന്ധി വന്നപ്പോൾ മാത്രമേ സത്യം പറഞ്ഞാൽ മോഡി സർക്കാർ ഈ നയം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ആക്ഷേപത്തിൽ കഴമ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി, നന്ദി.